നമസ്കാരം. കഴിഞ്ഞ ആഴ്ച ഏതാനും 2-3 ദിവസങ്ങൾക്ക് മുമ്പ് കേരളീയനായ ആദരിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു മലയാളി വ്യവസായി CJ റോയ് എന്നും അദ്ദേഹത്തിൻ്റെ പേര് 48ാമത്തെ വയസ്സിൽ സ്വയം വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്ത ഒരു ചിത്രം. ഇത് അമ്പരപ്പോടെയാണ് പലരും കാണുന്നത്. പക്ഷേ എനിക്ക് ഒരു അമ്പരപ്പും തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം എത്ര കോടികൾ ഉണ്ടാക്കുകയും ഏത് ആഡംബര വസതികളോ ആഡംബര കാറുകൾ ഇതൊന്നും വാങ്ങിക്കുന്നതിന് കാശുള്ളവൻ വാങ്ങുന്നതിൽ തെറ്റില്ല, ചെയ്തോട്ടെ. പക്ഷേ നാം കാശുണ്ടാക്കേണ്ടത് രാജ്യത്തിൻ്റെ നിയമങ്ങൾക്കനുസരിച്ചും അതുപോലെ തന്നെ മറ്റ് സമൂഹത്തിന് ഒരു രീതിയിലും ഉപദ്രവമില്ലാതെ നീതിപൂർവം ആയിരിക്കണം. ഒരു കേന്ദ്ര ഏജൻസികൾ അല്ലെങ്കിൽ കേരള ഏജൻസികൾ തന്നെ ഇത് പരിശോധിക്കണം, ആദായ നികുതിയൊക്കെ പരിശോധിക്കണം എന്ന് പറയുമ്പോൾ, ആ മുറി തുറന്നു കൊടുക്കണമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അയാൾ ഈ രാജ്യത്തിൻ്റെ നിയമം അനുസരിക്കേണ്ടവനാണ്. അപ്പോൾ പൈസ മാത്രം പോരാ ജീവിതത്തിന് എന്നർത്ഥം. ധാർമ്മികതയും കരുണയും ദയയും സ്നേഹവും ഇത് പള്ളിക്കൂടത്തിൽ നിന്ന് പഠിപ്പിക്കുന്നില്ല, വീട്ടിൽ നിന്ന് പോലും പഠിപ്പിക്കുന്നില്ല. മാർക്കുകൾ വാങ്ങാനും റാങ്കുകൾ വാങ്ങാനും തൊഴിൽ നേടാൻ വേണ്ടി മാത്രമുള്ള ഒരു സംവിധാനമായി നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം അധപ്പതിച്ചു പോയി. നമുക്ക് നമ്മുടെ വിഷയത്തിലോട്ട് തിരിച്ചു വരാം. ഞാൻ 1 മുതൽ 10 ഭാവങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 11ഉം 12ഉം പറയുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഡീപ്പായിട്ട് പിന്നെ വിവരിക്കുന്ന കൂട്ടത്തിൽ ഞാനത് പറയാം. ഇനി വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അടുത്ത ആഴ്ച മുതൽ ഗ്രഹങ്ങളുടെ കാരകത്വത്തെക്കുറിച്ചിട്ടുള്ള ഡീപ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞുതരാം, സൂര്യൻ മുതൽ ശനി വരെ. കാരണം സൂര്യൻ ആത്മകാരകൻ, പിതൃകാരകൻ എന്ന് പറയുന്നത് പോലെ അസ്ഥിയുടെ കാരകൻ, ഒരുപാട് കാരകത്വങ്ങൾ ഓരോ ഗ്രഹങ്ങൾക്കുമായി ഉണ്ട്. അത് 7 ഗ്രഹങ്ങളിലുമാണ് ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ സൂചനകൾ നമുക്കായി പ്രദാനം ചെയ്തു തന്നിരിക്കുന്നത് ആചാര്യന്മാർ. അപ്പോൾ എനിക്ക് കഴിഞ്ഞ ഈ കാനഡയിൽ പണി ചെയ്യുന്ന ഒരു കമ്പനിയിൽ സാമാന്യം തെറ്റില്ലാത്ത വിദ്യാഭ്യാസമുള്ള ഒരു ചെറുപ്പക്കാരൻ ഓൺലൈനോ വഴിയോ എന്തോ കേരളീയയായ ഒരു പെൺകുട്ടിയെ 1 വർഷവുമായി പ്രണയത്തിലാണ്. സാധാരണ പ്രണയത്തിലായിരിക്കുന്ന ആൾക്കാരുടെ ജാതകം ഞാൻ നോക്കാറില്ല. പ്രണയിക്കണമെങ്കിൽ കല്യാണം കഴിച്ചോളണം, അനുഭവിച്ചോളണം, ഇതാ ഞാൻ പറയും. പക്ഷെ ഇപ്പോഴത്തെ പ്രണയമൊന്നും ശരിയായ പ്രണയവുമല്ല. ഞാൻ പലപ്പോഴും പലരോടും പറഞ്ഞിട്ടുണ്ട്, പ്രണയിച്ച് കല്യാണം കഴിക്കുന്നതാണ് നല്ലതെന്ന്. പക്ഷേ പ്രണയം എന്താണെന്ന് മനസ്സിലാക്കണം, എന്നിട്ടേ പ്രേമിക്കാൻ പോകാവൂ. പ്രണയ ജീവിതവും വൈവാഹിക ജീവിതവും തമ്മിൽ അസാധ്യമായ അന്തരമുണ്ട്. അത് മനസ്സിലാക്കി പ്രണയിക്കുകയും പ്രണയകാലം പിന്നെ വിവാഹ ജീവിതത്തിൽ അതേപടി ഉണ്ടാകും എന്ന് വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം ആഗ്രഹനിലയിലേക്ക്. പൊരുത്ത സംവിധാനം നോക്കുന്നതിൻ്റെ പാറ്റേണിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പാപസാമ്യം, നക്ഷത്ര പൊരുത്തം, മറ്റത് മറിച്ചതല്ല നോക്കുക. 2 ജാതകങ്ങളും നോക്കി 2 പേരുടെ 7ാം ഭാവം ശുഭബന്ധമുണ്ടോ കലുഷിതമാണോ എന്നൊക്കെയാണ് നോക്കേണ്ടതെന്ന്. നമുക്കാദ്യം ആൺകുട്ടിയുടെ ജാതകത്തിലേക്ക്. ലഗ്നം വന്നിരിക്കുന്നത് മിഥുനമാണ്. 3-ൽ കുജൻ, 4-ൽ ചന്ദ്രൻ. വൃശ്ചികത്തിൽ ശുക്രൻ നിൽക്കുകയാണെന്ന് തോന്നുകയാണെങ്കിലും 7ലോട്ട് മാറി. ഗുരു വൃശ്ചികത്തിൽ 6-ലുണ്ട്. ബുധൻ ലഗ്നാധിപൻ മകരത്താണ് നിൽക്കുന്നതെങ്കിലും ഭാവാൽ 8-ലല്ല 9-ലോട്ട് മാറിക്കഴിഞ്ഞു. രവി 8-ൽ. 9ാം ഭാവാധിപനായ ശനി 9. സാമാന്യം തെറ്റില്ലാത്ത കാലാവസ്ഥയാണ്. 7-നെ വലിയ പാപബന്ധവുമില്ല. എന്നാലും 5ഉം 12ഉം ഭാവപതി 7-ൽ, ശുക്രൻ 7-ൽ അത്ര നന്നല്ല എന്നാ പറയുക. എന്നാലും കടുത്ത പാപബന്ധങ്ങളൊന്നും ഇല്ല. സ്ത്രീ ജാതകത്തിൽ ലഗ്നം വന്നിരിക്കുന്നത് മീനത്ത്. അവിടെ തന്നെ ശനി കുജന്മാരുണ്ട്. ഈ കോളങ്ങളെല്ലാം ഒഴിഞ്ഞു കിടക്കുകയാണ്.
11 ചന്ദ്രനും ശുക്രനും, 11 2 ശുഭഗ്രഹങ്ങൾ, 12 രവി ഗുരു ബുധൻ. ഇതാണ് കാലാവസ്ഥ. ആദ്യം പ്രണയം അങ്കുരിക്കുവാൻ എന്തെങ്കിലും സാധ്യത, എന്തായിരിക്കും സാധ്യത എന്ന് നോക്കിയ ഞാൻ രണരണി ഭാവത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഒരാളിൻ്റെ 7ാം ഭാവപതി നിൽക്കുന്ന രാശിയിലോ അതിൻ്റെ ഉച്ചരാശിയിലോ നീചരാശിയിലോ മറ്റേയാൾക്ക് ലഗ്നം വരണം. അങ്ങനെ ഇവിടെ ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഇത് രണ്ടും ഉഭയരാശിയാണ്. 7ാം ഭാവാധിപൻ ബുധൻ നിൽക്കുന്ന രാശിയിലോ ബുധന്റെ ഉച്ചരാശിയിലോ മറ്റേയാളിന് ലഗ്നമോ ചന്ദ്രനോ ഈ ജാതകത്തിൽ രണരണി ഭാവം വർക്കൗട്ട് ആവുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇദ്ദേഹത്തിന്റെ 7ാം ഭാവപതി ഗുരു. ഗുരു നിൽക്കുന്ന രാശിയിലോ ഗുരുവിന്റെ ഉച്ചരാശിയിലോ ഗുരുവിന്റെ നീചരാശിയിലോ മറ്റേയാൾക്ക് ലഗ്നമോ ചന്ദ്രനോ വരണം. വന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ 7ാം ഭാവപതി ഗുരുവിന്റെ നീചരാശിയിൽ മറ്റേയാൾക്ക് ചന്ദ്രൻ വന്നിട്ടുണ്ട്. തിരിച്ചുണ്ടോ എന്ന് നോക്കാം. ഇദ്ദേഹത്തിന്റെ 7ാം ഭാവപതി ബുധൻ നിൽക്കുന്ന രാശിയിലോ ബുധന്റെ ഉച്ചരാശിയിലോ നീചരാശിയിലോ മറ്റേയാൾക്ക് ലഗ്നമോ ചന്ദ്രനോ വരണം. 7ാം ഭാവപതി ബുധന്റെ ഉച്ചരാശിയിൽ മറ്റേയാൾക്ക് ചന്ദ്രൻ വന്നിട്ടുണ്ട്. ഇരുവർക്കും രണരണി ഭാവം, പ്രേമബന്ധം ഉടലെടുത്തിട്ടുണ്ട്, ഉടലെടുക്കും, ബന്ധപ്പെട്ട് കഴിഞ്ഞു. പക്ഷേ രണരണി ഭാവം വർക്കൗട്ടായി എന്നതുകൊണ്ട് മാത്രം ഒരു ജീവിതം ശരിയായി മര്യാദക്ക് പോകുമോ? ആകണമെന്ന് നിർബന്ധമില്ല. രണ്ടുപേരുടെ 7 പരിശോധിക്കണം. ഈ 7 പരിശോധിച്ചപ്പോൾ ശുക്രൻ ഭാവാൽ 7ലോട്ട് മാറി. 7ന് മറ്റ് പാപബന്ധങ്ങളൊന്നുമില്ല. ഒരു പാർട്ട്ണറുമായിട്ട് ഇയാൾക്ക് മര്യാദക്ക് നിയമങ്ങളനുസരിച്ച് പോകാനുള്ള ഒരു കാലാവസ്ഥ ഉണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം വന്നിരിക്കുന്നത്, ഇപ്പം ലഗ്നത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത 2 ഗുരു 7ാം ഭാവപതി ഉച്ചനാകുമ്പോൾ വിവാഹകാലവുമാണ്. അതിന് ഈ കുട്ടിയെ തന്നെ കല്യാണം കഴിച്ചാൽ ശരിയാകുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഈ രണരണി ഭാവം ഉണ്ട് എങ്കിലും ഇല്ല, പറ്റില്ല എന്ന് പറഞ്ഞു. ഇത് നിങ്ങൾക്ക് ഒരു ജാതകം സ്കാൻ ചെയ്യാൻ, പൊരുത്ത സംവിധാനം സ്കാൻ ചെയ്യുമ്പോൾ ഏതെല്ലാം കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പായിക്കണം എന്നതുകൂടെയാണ്. ഒന്നാമത്, ഭർത്ത് കാരകനാണ്, ഭർത്താവിനെ സൂചിപ്പിക്കുന്ന കാരകനാണ് ഗുരു. ഈ ഗുരു ലഗ്നാധിപനുമാണ്. ഗുരു വ്യയസ്ഥാനമായ 12-ൽ 7ാം ഭാവപതി 12-ൽ പാപബന്ധം വന്ന് നിൽക്കുന്നു. 12ാം ഭാവപതിക്ക് ലഗ്നബന്ധം. ശനിയും കുജനും ലഗ്നത്തിൽ നിന്നുകൊണ്ട് 7ലേക്ക് ദൃഷ്ടി. 7ന് ശുഭബന്ധവും. 7 അമ്പേ ലഗ്നവും 7ഉം അമ്പേ അടപടലം വീണ് കിടക്കുന്ന ജാതകം. അപ്പോ നിങ്ങൾക്കൊരു സംശയം വരും, ഈ കുട്ടിക്ക് കല്യാണം കഴിക്കണ്ടേ? ഞാൻ സാധാരണ പറയാറുണ്ട്, 7ന് അസാധ്യ ഇങ്ങനെ അടപടലം പോയി കിടക്കുന്ന 7 പാപ കലുഷിതമായി കിടക്കുന്ന ജാതകത്തിൽ 7ന് ശുഭബന്ധമുള്ള ഒരു ജാതകം യോജിപ്പിച്ചാൽ നന്നായിരിക്കും. പക്ഷേ ഈ ജാതകത്തിൽ ആടപടലം പോയി കിടക്കുകയാണ്. 7ാം ഭാവപതിക്ക് ലഗ്നാധിപനുമായി ബന്ധമുണ്ട്. പക്ഷെ 12ാം ഭാവപതിയും ഈ കുജനും അപ്പുറവും ഇപ്പുറവും പാപമധ്യസ്ഥിതിയുള്ള, അതായത് ഇവിടെ പാപൻ, 2 പാപൻ, ഇപ്പുറം പാപൻ, ഈ 2 പാപന്മാർ ലഗ്നവുമായി ബന്ധപ്പെട്ട് 7ലേക്ക് ദൃഷ്ടി. ഈ കുട്ടി ആരുമായിട്ടും കല്യാണം കഴിക്കാതിരിക്കുന്നതാണ്. കല്യാണം ഒരു ആനക്കാരിയായിട്ട് നമ്മൾ കാണേണ്ടതില്ല. കല്യാണം കുഴഞ്ഞു പോകുന്നതിനേക്കാൾ കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാണ് ഈ ജ്യോതിഷം നോക്കുന്നത് കൊണ്ടുള്ള ഉപകാരം. ഞാൻ ഇക്കാര്യങ്ങളെല്ലാം വിശദീകരിച്ചപ്പോൾ അയാൾക്ക് വളരെ സങ്കടമായി. ഫോണിലൂടെ ഒരു വിങ്ങലുണ്ടായി എന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു, പിരിയേണ്ടത് പിരിയുക തന്നെ വേണം. ഈ കുട്ടി കൂടെ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ആ കുട്ടിക്ക് ഞാൻ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ
ഇയാളുടേതാണെന്ന്. അപ്പോൾ മാറ്റ പ്രകൃതി നിയമം മാറാത്തതായി മാറ്റം മാത്രമേ ഉള്ളൂ. നമ്മളുടെ കുട്ടിക്കാലത്തെ ശരീരമല്ല ഇന്ന്, യൗവനകാലത്തിലുള്ളതല്ല അടുത്ത് വരാൻ പോകുന്നു. മാറി 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 നമ്മൾ ഇവിടെ നിന്ന് കടന്നു പോവുകയും ചെയ്യും. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടതായി ഒന്നും തന്നെ ഇവിടെ ഇല്ല. ഞാൻ കല്യാണം കഴിഞ്ഞ പെണ്ണിനെ കണ്ടുമുട്ടുന്ന നിമിഷം മുതൽ എനിക്ക് പ്രിയപ്പെട്ടതാകും. അതിനു മുമ്പും ഞാൻ ജീവിച്ചിട്ടുണ്ട്, അതിനുശേഷവും ജീവിക്കും. ഇത് ഒരു പ്രകൃതി നിയമമാണ്. അപ്പോൾ പൊരുത്ത വിഷയം കഴിഞ്ഞ് ഞാൻ മറ്റ് ചില ഒരു ജീവിതം എങ്ങനെ മര്യാദക്ക് ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെ പറ്റിയുള്ള ചില വർത്തമാനങ്ങളിലേക്ക്. നാം സ്ത്രീയോ പുരുഷനോ ആകട്ടെ, നമ്മുടെ പ്രായം എന്തുമാകട്ടെ, നമ്മളിപ്പോൾ ഇരിക്കുന്ന അവസ്ഥ എന്തുമായിക്കോട്ടെ, നമ്മുടെയൊക്കെ മനസ്സിലൊരു കുറ്റബോധവും ഒരു നിരാശാബോധവും മിക്കവാറും പേരുടെ മനസ്സുകളിലുണ്ട്. അത് ഏത് തൊഴിൽ ചെയ്യുന്നവൻ്റെ ഇടയിലും. കാരണം ഞാൻ എത്തപ്പെടേണ്ട ഇടം ഇതായിരുന്നില്ല, എനിക്ക് കൂടുതൽ മെച്ചപ്പെട്ട ഒരു സംഗതിയിലേക്ക് എത്താമായിരുന്നു എന്നൊരു ബോധം മിക്ക മനുഷ്യന്മാരെയും പിടികൂടിയിട്ടുണ്ട്. അതിന് നാം ഇപ്പോൾ ചെയ്യുന്ന പ്രവർത്തന പദ്ധതി നമുക്ക് അനുയോജ്യമാണോ ഇല്ലയോ എന്നുകൂടെ നാം നോക്കേണ്ടതുണ്ട്. കാരണം എല്ലാ ആൾക്കാർക്കും എല്ലാം പറ്റില്ല. ഓരോരുത്തരുടെയും മൈൻഡ് സെറ്റപ്പും മറ്റുമൊക്കെ ജനിതകപരമായി വ്യത്യസ്തമാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് 4 തരം ആൾക്കാരാണുള്ളത്. പക്ഷേ ഒരുപാട് ഐറ്റം ഉണ്ട്, എന്നാലും അതിനെ 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. കലാകാരന്മാർ, സ്പോർട്സ്, സാഹിത്യകാരന്മാർ, മറ്റ് അതുല്യ പ്രതിഭകൾ ഒന്നും ഈ ഗണത്തിൽ ഞാൻ പെടുത്തുന്നില്ല. അവരൊക്കെ വേറൊരു രീതിയാണ്. അങ്ങനെയൊന്നും ആകാൻ നമുക്ക് കഴിയില്ല. മറിച്ച് നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഉള്ള 4 തരം പേര്. ഈ ലോകത്തിലെ 80% ആൾക്കാരും എംപ്ലോയീസാണ്. എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറോ നമ്മുടെ കായികപരമായ അധ്വാനമോ മറ്റൊരാളിന് കൊടുത്തുകൊണ്ട് പ്രതിഫലം കൂലി വാങ്ങി ജീവിക്കുന്നു. കൂലിപ്പണി എന്ന് തന്നെ നമുക്ക് പറയാം. IASഉം ഒക്കെ കൂലിപ്പണി തന്നെ. അടുത്തൊരു വിഭാഗമാണ് സെൽഫ് എംപ്ലോയീസ്. അവരെ ആരുടെ കീഴിൽ നിന്ന് പണി ചെയ്യില്ല, അവർക്ക് വേറെ വലിയ പണിക്കാരുടെ ആവശ്യമില്ല. ഒരു ചായക്കട ഇടുകയാണെങ്കിൽ ചായ കൂട്ടുകാർ ഉണ്ടാക്കുന്നതും ചായ അടിച്ച് കൊടുക്കുന്നതും പൈസ വാങ്ങുന്നതും അയാളായിരിക്കും. 3ാമത്തതാണ് അത് ബിസിനസ്സുകാർ. അവര് ഇച്ചിരി ചുരുക്കമാണ് ആ ബിസിനസ് മൈൻഡുള്ളത്. അത് പ്രതിഭകൾക്കേ പറ്റൂ. മറ്റ് പ്രതിഭകളുടെ അധ്വാനം വിലയ്ക്ക് വാങ്ങി ബിസിനസ്സുകാരൻ പണി ചെയ്യുകയില്ല. അവനെ കൊണ്ട് പണി ചെയ്യിപ്പിച്ചിട്ട്, അവൻ സംഘാടകനായിരിക്കും, പണി ചെയ്യിപ്പിച്ചിട്ട് അതിൽ നിന്ന് ലാഭശതമാനം എടുക്കുന്നു. ബിസിനസ്സുകാരന് മാത്രമേ സമൂഹത്തിലേക്ക് വേണ്ടി എന്തെങ്കിലും ക്രിയാത്മകമായി ചെയ്യാൻ പറ്റൂ. ബാക്കി 2 കൂട്ടർക്കും പറ്റുകയില്ല, തപ്പിപ്പിടിച്ച് ജീവിച്ചു പോകാം എന്നേ ഉള്ളൂ. 4ാം ബാച്ചാണ് വളരെ ചുരുങ്ങിയ ആൾക്കാർ, ഇൻവെസ്റ്റേഴ്സ്. അവരെ പണമെറിഞ്ഞ് പണം വരുത്തുന്നവരാണ്. അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും പണം ബാങ്കുകളിൽ ഇരട്ടിക്കിരട്ടിയായിട്ട് വരും. അപ്പോൾ നമ്മളിതിൽ ഏത് കാറ്റഗറിയാണെന്ന് സ്വയം നിങ്ങൾക്ക് വേറൊരാളിനും പറഞ്ഞു തരാൻ കഴിയില്ല. നിങ്ങൾ വിചിന്തനം ചെയ്യുക. എംപ്ലോയീസ് മൈൻഡുള്ള നിങ്ങൾ ബിസിനസ് ചെയ്യാൻ പോയാൽ പൊട്ടി തവിട് പൊടിയായി പോകരുത്. എന്നാൽ ബിസിനസ് മൈൻഡ് ഉള്ള ആൾക്കാർ പലപ്പോഴും താൽക്കാലിക ജീവിതത്തിലേക്ക് വേണ്ടി എംപ്ലോയീസോ സെൽഫ് എംപ്ലോയിയോ ആയി മാറി ജീവിതം മുരടിച്ചു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ സ്വയം ഒരാത്മവിചിന്തനത്തിലൂടെ ഞാൻ ഇതേത് കാറ്റഗറിയിലായിരിക്കാം എന്ന് മനസ്സിലാക്കിയ ശേഷം നിങ്ങളുടെ 15ാമത്തെ വയസ്സ് മുതൽ, ഇപ്പം പ്രായം എന്തും ആയിക്കൊണ്ട് പോട്ടെ, 15 വയസ്സ് വരെ പള്ളിക്കൂടത്തിൽ നമുക്ക് പഠിക്കണമല്ലോ. അല്ലെങ്കിൽ നമ്മൾ അനുസരണ ഉള്ള വീടിൻ്റെയും പള്ളിക്കൂടത്തിൻ്റെയും ഒക്കെ ചിട്ടവട്ടങ്ങളിൽ നിന്ന് നമുക്ക് സ്വതന്ത്രമായ ഒരു ചിന്ത തുടങ്ങുന്നത് 15 വയസ്സ് കഴിഞ്ഞിട്ടെന്ന് എനിക്ക് പറയാനുള്ളത്.
അതുമുതൽ ഈ നിമിഷം നമ്മുടെ ജീവിതത്തിൽ എത്തി നിൽക്കുന്ന ഘട്ടം വരെയുള്ള ഓരോ കാലഘട്ടവും, ഓരോ പഠന കാലഘട്ടം, ഓരോ തൊഴിൽ കാലഘട്ടം, കല്യാണം കഴിഞ്ഞത്, കുഞ്ഞുങ്ങളുണ്ടായത്, ജീവിതത്തിൽ കല്യാണ പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത്, വലിയ മാനസിക സംഘർഷങ്ങളും ശാരീരിക സംഘർഷങ്ങളുമൊക്കെ അനുഭവിക്കേണ്ടി വന്നത് ഒന്നൊന്നൊന്നായി നമ്മുടെ മനസ്സുകളിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ വെള്ള പേപ്പറിൽ എഴുതുക. ഇന്ന കാലഘട്ടം എവിടെയാണ് നമുക്ക് പിഴവ് പറ്റിയത്? തീർച്ചയായിട്ടും കണ്ടമാനം അടപടലം പിഴവുകൾ നമുക്ക് പറ്റിയിട്ടുണ്ടാകും. കാരണം ഈ ലോകത്തിലെ ഏറ്റവും വലിയ ചതിയൻ എന്ന് പറയുന്നത് നമ്മളെ അറിയപ്പെടാത്തവരല്ല, നമുക്ക് ചുറ്റുമുള്ളവർ പോലുമല്ല, നമ്മുടെ വീട്ടിലുള്ളവർ പോലുമല്ല, നമ്മുടെ മനസ്സാണ് ഏറ്റവും വലിയ ചതിയൻ. മനസ്സിനെ ബുദ്ധി കൊണ്ടും തന്ത്രം കൊണ്ടും മെരുക്കിയെടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ പറ്റിപ്പോയ പാകപ്പിഴവുകൾ എന്താണെന്ന് കണ്ടുപിടിച്ച ശേഷം നിങ്ങൾ അടിയന്തിരമായി നിങ്ങളിപ്പോൾ എന്തോ ആയിക്കൊണ്ടുപോട്ടെ, ഒരു തീരുമാനമെടുക്കുക. എൻ്റെ പ്രവർത്തന പദ്ധതി ഇങ്ങനെ തുടർന്നു കൊണ്ടുപോകണോ അതോ ഒരു ചേഞ്ച് വരുത്തണമോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാനാകും. ആ തീരുമാനം എടുത്ത് വർഷങ്ങളോളം നിങ്ങൾ പരിശ്രമിച്ച് വീണ്ടും സമയവും കാലവും പാഴാക്കരുത്. ചിലർക്ക് 3 മാസത്തെ സമയം, ചിലർക്ക് 6 മാസം, ചിലർക്ക് 9 മാസം, ചിലർക്ക് 1 വർഷം, അതിനപ്പുറം പോകരുത്. ആ 1 വർഷത്തിനകം നിങ്ങൾ ഉദ്ദേശിക്കുന്ന തലങ്ങളിലേക്ക് നിങ്ങളുടെ പ്രവർത്തനം വരണമെങ്കിൽ നിങ്ങൾ ഈ നിമിഷം മുതൽ ഒരു വേദന അനുഭവിക്കണം. ഉറങ്ങുന്ന 8 മണിക്കൂർ ഒഴിച്ച് ബാക്കി 16 മണിക്കൂറും നിങ്ങൾ അനുഭവിക്കേണ്ടത് കഠിനാധ്വാനമാണ്. പിന്നെ നിങ്ങൾക്ക് വീടില്ല, കുടുംബമില്ല, മറ്റുള്ളവരൊന്നും ഉണ്ടായിരിക്കില്ല. ചിലപ്പോൾ പരിഹാസത്തിൻ്റെ ശരങ്ങൾ നിങ്ങളുടെ മേൽ ഏറ്റുവാങ്ങി. മര്യാദയ്ക്ക് പണി ചെയ്തുകൊണ്ടിരുന്ന നീ ബിസിനസ് ചെയ്യാൻ പോയിരിക്കുന്നു, മറിച്ച് തന്നു. നിങ്ങൾക്ക് ബിസിനസ് മൈൻഡ് ഉണ്ട് എങ്കിൽ നിങ്ങളിപ്പോൾ എംപ്ലോയി ആയിട്ടായിരിക്കും പണി ചെയ്യുന്നത്. നിങ്ങൾക്ക് ബിസിനസ് ചെയ്യണം. കടം വാങ്ങുകയോ ലോൺ എടുക്കുകയോ ഒരു ബാധ്യതയും വരുത്തി വെക്കാതെ നിങ്ങൾ അതിൽ നിന്ന് സംഭരിക്കുന്ന കൂലിപ്പണിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ശേഖരിച്ച് ബിസിനസ് ചെയ്യാവൂ. അങ്ങനെ പടിപടിയായി വളരാൻ പറ്റൂ. അങ്ങനെ നിങ്ങൾ ഒരു തീയായി മാറുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി നിങ്ങൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിരന്തരം അടപടലം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചിലർക്ക് എത്ര പൊട്ടിയാലും വിൽക്കാൻ വസ്തുവകകളും മറ്റുമൊക്കെ കാരണവന്മാരുണ്ടാക്കി വെച്ചിട്ടിരിക്കുക. ഒരു രക്ഷയില്ല. അയാൾ പൊട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ബിസിനസ് ചെയ്യരുത്. നിങ്ങൾക്ക് ആ മൈൻഡ് സെറ്റപ്പ് ഇല്ല. നിങ്ങൾ എംപ്ലോയി തലത്തിലേക്ക് കടന്ന് എങ്ങനെയെങ്കിലും കഞ്ഞി കുടിച്ച് ജീവിച്ചു പോകാൻ ശ്രമിക്കുക. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. നന്ദി.